കളരി വിളക്കുകൾ അതിരാവിലെ തെളിഞ്ഞു. 50ഓളം ചെറുപ്പക്കാർ പുഴയിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തി സൂര്യനമസ്കാരം ചെയ്തു. ഏറ്റവും മുന്നിൽ അവനുമുണ്ട്, കണ്ടൻ്റെയും കറുത്തമ്മയുടെയും മകൻ അയ്യപ്പൻ. കളരിയിൽ വന്നത് മുതൽ അവൻ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ്. കളരിയിലെ ആശാന്മാർക്കും ചെറുപ്പക്കാർക്കും അവനോട് സ്നേഹവും വാത്സല്യവുമാണ് തോന്നിയത്. തങ്ങളെക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ ചെക്കൻ. പക്ഷേ അവൻ്റെ പെരുമാറ്റത്തിൽ ഒരു അസാധാരണത്വം അവർക്ക് തോന്നി. ഒട്ടുമിക്ക നേരവും അവൻ തനിച്ചായിരുന്നു. പലവിധ ചിന്തകൾ. കളരിയിലെത്തിക്കഴിഞ്ഞാൽ അവൻ വേറൊരാളായി മാറും. വീറോടെ പൊരുതും. അവൻ്റെ വെട്ടിനെ തടയാൻ നിൽക്കുന്നവർ നന്നേ വിയർക്കും. വാളിനേക്കാൾ അവന് പ്രിയം ചുരികയോടായിരുന്നു. അരയിലൊരു ചുരിക സദാ തൂക്കിയിട്ടു. മലയരയന്മാരുടെ അമ്പയത്തിലെ മികവ് പാരമ്പര്യമായി തന്നെ അയ്യപ്പന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ മറ്റ് ചെറുപ്പക്കാർ അമ്പയത്തിൽ മിടുക്കരല്ല. അവരെ അമ്പയത്ത് പഠിപ്പിക്കാൻ എത്തിയത് രാമൻ കടുത്തയാണ്, തിരുനെല്ലിയിലെ വില്ലാളി വീരൻ. ഒരു നിമിഷം പാഴാക്കാതെയുള്ള പരിശീലനമാണ് നടക്കുന്നത്. അയ്യപ്പൻ്റെ വാഴ്ത്തുപാട്ടുകൾ കുറേ കേട്ടെങ്കിലും രാമൻ കടുത്ത അതൊന്നും കണ്ണടച്ച് വിശ്വസിച്ചില്ല. എന്നാൽ അവൻ്റെ സാമർഥ്യം മനസ്സിലാക്കിയതോടെ അയാൾക്ക് ആശ്വാസമായി. ഇപ്പോൾ അയ്യപ്പനെ അമ്പെയ്ത്ത് പരിശീലനത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. വാൾപ്പയറ്റും മറ്റ് അഭ്യാസങ്ങളുമാണ് ഇനി വേണ്ടതെന്ന് രാമൻ കടുത്തയ്ക്ക് തോന്നി. അതിനായി മറ്റ് കളരികളിൽ ചേർക്കണമെന്നും അയാൾ തീരുമാനിച്ചു. ചീരപ്പൻ ചെറിയിലെ പണിക്കർക്ക് അയാൾ ഓല അയച്ചു. പരിശീലനത്തിനായി വന്ന ചെറുപ്പക്കാർ രാമൻ കടുത്തയുടെ ആജ്ഞയ്ക്കായി കാത്തുനിന്നു. ആവനാഴിയിൽ അമ്പൊഴിയാതിരുന്നതൊക്കെ പഴങ്കഥകളാണ്. കയ്യിലാകെ ഒരസ്ത്രമേ ഉള്ളൂ എന്ന് വേണം കരുതാൻ. ഒറ്റ വലി, ഒറ്റ കുതിപ്പ്, അതാണ് വേണ്ടത്. രാമൻ കടുത്തയുടെ ശബ്ദം ഉയർന്നു. അയാൾക്ക് പ്രായം 70 കഴിഞ്ഞു. ആദരപൂർവ്വം എല്ലാവരും വിളിക്കുന്നത് വലിയ കടുത്ത എന്നാണ്. അരയിലെ മുണ്ടിനു മുകളിൽ ചുവന്ന പട്ട് ചുറ്റിയിട്ടുണ്ട്. കയ്യിൽ വലിയൊരു വില്ല്. മുൻപിൽ നിൽക്കുന്ന യുവാക്കളോടായി അയാൾ തുടർന്നു. നിങ്ങൾ കഥകളിലൊക്കെ വില്ലാളി വീരന്മാരെ പറ്റി കേട്ട് കാണുമല്ലോ. അവരൊക്കെ ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം ഉന്നം വയ്ക്കുന്നവരാണ്. ചുറ്റുമുള്ളതൊന്നും കാണരുത്. നോക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം. പരമാവധി ആരെയും കൊല്ലാതിരിക്കാൻ നോക്കണം. ആദ്യം ഉന്നം വയ്ക്കാനുള്ളത് കാലിൽ. അതോടെ അവൻ നിലത്ത് വീഴണം. ഇനി അതും പറ്റിയില്ല എങ്കിൽ ചുമലിൽ. പടത്തലവൻ്റെ ആജ്ഞ കിട്ടിയാൽ മാത്രമേ കഴുത്തിലേക്കോ നെഞ്ചിലേക്കോ അമ്പെയ്യാവൂ. നമുക്ക് തുടങ്ങാം. മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന പക്ഷിയുടെ രൂപത്തിലേക്ക് ശരങ്ങൾ പാഞ്ഞു. ഏറ്റവും മുന്നിൽ നിന്ന് 5 പേരാണ് അമ്പെയ്തത്. ഒരെണ്ണം പോലും ലക്ഷ്യം കണ്ടില്ല. അടുത്ത സംഘത്തെ വിളിച്ചു. ഒരസ്ത്രം കിളിയുടെ വയറ്റിൽ കൊണ്ടു, ഒരെണ്ണം അതിൻ്റെ കഴുത്തിലും. രാമൻ കടുത്തയുടെ മുഖത്ത് നിരാശ. എങ്കിലും സ്നേഹത്തോടെ അയാൾ പറഞ്ഞു, മക്കളെ, നമ്മൾ നേരിടാൻ പോകുന്നത് ചെറിയ കൂട്ടത്തെയല്ല, ചോളപ്പടയെയാണ്. പെരുമ്പാറ്റയോടാണ് നമ്മുടെ പോര്. അവരെ നേരിടാൻ നല്ല മിടുക്ക് വേണം. പടവെട്ടി ജയിച്ച് തിരിച്ച് വീട്ടിൽ വരുമെന്ന് പ്രതിജ്ഞ എടുത്ത ശേഷമേ നമ്മൾ കളരി വിടാവൂ. കയ്യിലെ വില്ലിനും ആവനാഴിയിലെ അമ്പിനും സത്യമുണ്ട്. ആ നേരിനെ എപ്പോഴും ധ്യാനിക്കണം. ആ സമയത്താണ് കുഞ്ഞോവൻ അവിടേക്ക് വന്നത്. അയാൾ രാമൻ കടുത്തയെ വണങ്ങി. രാമൻ കടുത്ത അമ്പൊരെണ്ണം വലിച്ചെടുത്തു. ഞാണിലോട്ട് ചേർത്ത് വെച്ചു. അമ്പ് കുതിച്ചു. കിളിയുടെ കണ്ണിൽ അത് തുളച്ചു കയറി. ശിഷ്യന്മാർ കൈയടിച്ചു. രാമൻ കടുത്ത അഭിമാനത്തോടെ മീശ പിരിച്ചു. നിങ്ങൾ തുടരൂ. കുഞ്ഞോവ, വരൂ, ഒന്ന് നടക്കാം. രാമൻ കടുത്ത തൻ്റെ വെറ്റില ചെല്ലം തുറന്നു. തളിർവെറ്റില എടുത്ത് അതിൻ്റെ വാല് മുറിച്ച് കവിൾത്തടത്തിൽ ഒട്ടിച്ചു. വെറ്റിലയുടെ ഞരമ്പുകളിലൂടെ ചുണ്ണാമ്പ് വിരലുകൾ ഓടി. വാസനപ്പാക്കും പുകയില ഞെട്ടുമെടുത്ത് വെറ്റിലയിൽ തട്ടി. അതിനെ ഒന്ന് ചുരുട്ടി. എന്നിട്ട് താനെന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന ഭാവത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് വായിലേക്ക് വെച്ച് മെല്ലെ ചവച്ചു. കുഞ്ഞോവൻ ഈ ക്രിയകളൊക്കെ ആസ്വദിച്ച് കാണുകയായിരുന്നു. അങ്ങനെ ഇവരെ നന്നായി തെളിച്ചെടുക്കണം. പിന്നെ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. രാജരാജ ചോളൻ നാട് നീങ്ങിയ കാര്യം അറിഞ്ഞാണുമല്ലോ. അധികാരത്തിലേറിയ രാജേന്ദ്രൻ വടക്കോട്ട് പടനയിച്ചു പോയി. ചിലപ്പോൾ ചോളന്മാർ ഇനി ഇങ്ങോട്ട് വരില്ല എന്നും കരുതാം. പക്ഷേ ഉദയനും അവൻ്റെ മറവപ്പടയും ഇപ്പോഴും മലയിലുണ്ട്. രാമൻ കടുത്ത പിന്നിൽ കയ്യും കെട്ടി എന്തോ ആലോചിച്ച് നടന്നു. നീട്ടിയൊന്ന് തുപ്പി. തിരുനെല്ലി പെരുമാളാണ് സത്യം. ഇവിടെ വരണ ഒരുത്തനും തിരിച്ചു പോകില്ല. കുറേ കാലമായി കാണാനും കേൾക്കാനും തുടങ്ങിയിട്ട്. കുഞ്ഞോവൻ ആവേശത്തിലായി. അതാണ് പറഞ്ഞത്. പന്തളം തമ്പുരാനും അവിടെ കളരികൾ തുടങ്ങാൻ കൽപ്പന കൊടുത്തിട്ടുണ്ട്. വാൾപ്പേറ്റാണ് അവിടെ നോക്കുന്നത്. പിന്നെ കുന്തം, വേൽ തുടങ്ങിയ പ്രയോഗങ്ങളും ഉണ്ട്. നല്ലത്. ഈ കുട്ടികൾ 50ഉം ഇനി വരാനുള്ള 150ഉം ചേർന്ന് 200 പേരായി. അമ്പലപ്പുഴയിൽ നിന്നും 500 വാൾപ്പയറ്റുകാർ. ആലങ്ങാട് നിന്നും കുന്തം പ്രയോഗിക്കുന്ന 500 പേർ. കായംകുളത്ത് നിന്നും വാൾപ്പയറ്റുകാർ 200.
ചീരപ്പൻ ചിറയിൽ നിന്നും പയറ്റി തെളിഞ്ഞ 500 പേർ. ഇതെല്ലാം കൂടി ആവുമ്പോൾ തരക്കേടില്ലാത്ത സേനയായി. പന്തളം തമ്പുരാൻ്റെ 1000 പടയാളികൾ വേറെ. നിങ്ങളുടെ കൂട്ടർ എത്ര പേരുണ്ടാവും കുഞ്ഞോവ? 500 മലയരയന്മാർ, ഉള്ളാളന്മാരും കാണിക്കാരും ചേർന്ന് 500 പേർ. ഹേഷ്! പക്ഷേ ചോളപ്പട നെല്ലൊഴിയാത്ത പത്തായം പോലെയാണ്. എടുക്കും തോറും അത് നിറച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജാഗ്രത കൈവിടരുത്. അയ്യപ്പൻ എങ്ങനെയുണ്ട് അങ്ങന്നേ? അവൻ മിടുക്കനാണ്. അവൻ്റെ അമ്പയത്ത് കളരി കഴിഞ്ഞു. ഞാൻ അവനെ ഇപ്പോൾ അങ്ങ് വിട്ടേക്കുകയാണ്. ചെറുക്കൻ ഒട്ടുമിക്ക നേരവും പുഴക്കര തനിച്ചിരിക്കുന്നത് കാണാം. ഒരു ദിവസം ചുമരിൽ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് കണ്ടു. എനിക്കത് മുഴുവൻ തെളിഞ്ഞിട്ടില്ല. ചിത്രമോ? എവിടെ? എനിക്ക് കാണാൻ പറ്റുമോ? താൻ വാ. രാമൻകടുത്തയും കുഞ്ഞോവനും അയ്യപ്പൻ വരച്ച ചിത്രം കാണാനായി നടന്നു. ഭിത്തിയിൽ വലിയൊരു ചിത്രം, കരിക്കട്ടയും ചായക്കൂട്ടുമൊക്കെ ചേർത്ത് ഭംഗിയായി വരച്ചിരിക്കുന്നത്. കുഞ്ഞോവൻ അതിൽ തന്നെ നോക്കി കുറേ നേരം നിന്നു. ഒരു വലിയ ത്രികോണം, അതിൻ്റെ അകത്ത് ഒരു പുലിമുഖം. ത്രികോണത്തിൻ്റെ 3 മൂലകളെയും തൊട്ടുകൊണ്ട് പുറത്തുകൂടിയൊരു വൃത്തം. ത്രികോണത്തിൻ്റെ പുറത്ത്, എന്നാൽ വൃത്തത്തിൻ്റെ അകത്തായി വരുന്ന 3 ഭാഗങ്ങൾ. അതിലൊരു ഭാഗത്ത് മത്സ്യം, മറ്റൊരിടത്ത് ആന, ഒന്നിൽ കുതിര. ആ വൃത്തത്തിനെ അകത്താക്കി മറ്റൊരു വൃത്തം. 2 വൃത്തങ്ങളുടെയും ഇടയിൽ കുറേ നക്ഷത്രങ്ങൾ. അതിനിടയിൽ ചന്ദ്രൻ്റെ 4 വ്യത്യസ്ത ഭാവങ്ങൾ. വലിയ വൃത്തത്തിന് പുറത്ത് താമരദളങ്ങൾ. അതിൽ അക്കങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞവൻ എന്തെങ്കിലും കിട്ടിയോ? കുറച്ചൊക്കെ കിട്ടി അങ്ങന്നേ. ഇതൊരു പോരിൻ്റെ വ്യൂഹമാണ്. ആണോ? എന്തോ മന്ത്രവാദക്കളമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ആ വഴിക്ക് ചിന്തിച്ചതേയില്ല. ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ രാമൻകടുത്തയ്ക്കും കാര്യം കുറച്ചൊക്കെ തെളിഞ്ഞു. ത്രികോണം ഒരുപക്ഷെ കരിമലയായിരിക്കും. നടുക്കുള്ള പുലി ഉദയൻ്റെ ചോളപ്പട. ചുറ്റിയുള്ള വൃത്തം മലകളെ വളയുന്നു എന്നാകും. ഉള്ളിൽ ആന, അത് ഒരുപക്ഷെ അമ്പെയ്ത്തുകാരുടെ പടയാകും. ആനപ്പുറത്തിരിക്കുന്നവന് ദൂരക്കാഴ്ച കൂടുതൽ കിട്ടും. കുതിര വാൾപ്പയറ്റുകാരെ ആവും സൂചിപ്പിച്ചത്. കുഞ്ഞോവ, വലിയ വൃത്തത്തിനുള്ളിലെ നക്ഷത്രം, ചന്ദ്രക്കലകൾ, മത്സ്യം, അതൊക്കെ എന്താ? അതാണ് കുഞ്ഞോവനും പിടികിട്ടാത്തത്. വൃത്തത്തിന് പുറത്തെ 10 താമര ദളങ്ങൾ പന്തളത്തെ ആവും സൂചിപ്പിക്കുന്നത്. 10 ദളങ്ങളാണല്ലോ പന്തളം. പക്ഷേ നക്ഷത്രവും ചന്ദ്രക്കലയും എന്താണെന്ന് തെളിയണില്ല. അവനോട് ചോദിച്ചോ? ഇല്ല, ചോദിക്കണ്ട. സമയമാകുമ്പോൾ അവൻ തന്നെ പറഞ്ഞോളൂ. എന്നാലും ഒരു 15കാരൻ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുമോ കുഞ്ഞോവ? നമുക്ക് തോന്നുന്നതാണോ ഇതൊക്കെ? അങ്ങനെ അവൻ്റെ ആദ്യ ഗുരു കണ്ടനാണ്. കാടറിഞ്ഞ നാടറിഞ്ഞ കണ്ടൻ. നാടിൻ്റെ ചരിത്രം മുഴുവൻ കണ്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാടിൻ്റെ നേരും പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ 2ാമത്തെ ഗുരു കാട് തന്നെയാണ്. അമ്പലമേട്ടിൽ നിന്നും കണ്ടൻ്റെയും കറുത്തമ്മയുടെയും കണ്ണ് വെട്ടിച്ച് മലയിറങ്ങി അലഞ്ഞു നടക്കാറുണ്ടവൻ. ഒറ്റയ്ക്ക് പോയി പാറപ്പുറത്ത് മാനം നോക്കിക്കിടക്കും. ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ ആവും ഈ വരച്ചു വച്ചിരിക്കുന്നത്. അങ്ങനൊരു കാര്യം അറിയോ? കോർമൻ കാരണവർ അരുളപ്പാട് നടത്തിയപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. പുലിവാഹനനാണ് അയ്യപ്പനെന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ അമ്പരന്നു. ചിലരെങ്കിലും ചിരിച്ചു. ചെറുക്കൻ ഇനി പുലിപ്പുറത്താകുമോ യാത്രയെന്ന്. ഈ വിവരം ചാരന്മാർ വഴി പെരുമ്പാറ്റയുടെ അടുത്തെത്തി. ജനിച്ചത് ഉടയതമ്പുരാൻ തന്നെയാണെന്ന് പെരുമ്പാറ്റ വിശ്വസിച്ചിരിക്കുകയാണ്. ഉദയന് മാത്രമേ വിശ്വാസക്കുറവുള്ളൂ. പലതവണ അവൻ പെരുമ്പാറ്റക്കൂട്ടത്തോട് പൊന്നമ്പലമേട് പിടിക്കാൻ പറഞ്ഞതാണ്. അവനത് ചെയ്തില്ല. അവറ്റകൾക്ക് പേടിയാണ്. രാമൻകടുത്ത മീശ ഒന്നുകൂടി പിരിച്ചു. കൊള്ളാം, പുലിവാഹനൻ അയ്യപ്പൻ. അയാൾ പെരുമ്പാറ്റകളുടെ കൊടിയടയാളത്തിലെ ഗർജിക്കുന്ന പുലിയെ ഓർത്തു. പുലിപ്പുറത്ത് ചുരികയേന്തി പാഞ്ഞു വരുന്ന അയ്യപ്പനെയും.